നമ്മൾ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾസ് അല്ലെങ്കിൽ ഒരു എക്സസൈസ് പ്രോട്ടോക്കോൾസ് ആണ്. അപ്പോൾ നമ്മളുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിലനിർത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ഈ ടവൽ വെച്ച് ചെയ്യേണ്ട ഒരു ജിമ്മിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ പല ആളുകളും നമ്മളോട് ഫീഡ്ബാക്ക് അറിയിച്ചത് നീ ആദ്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യം ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫേസിലുള്ള ഒരു കവിള് കുറച്ച് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മളൊരു 2 മാസം ചെയ്തു. 1 വീക്ക് മുന്നേ തന്നെ നമ്മളിപ്പോൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇനി കൂടുതൽ കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല, വേറെ രീതിയിലേക്കാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഈ മസിൽസും അതുപോലെ ഇവിടെയുള്ള മസിൽസും സ്ട്രെങ്തൻ ആക്കുക, അതുപോലെ നമ്മുടെ ചുണ്ട് ഉള്ളിലേക്ക് പോകാനായിട്ടുള്ള ഒരു സ്റ്റെപ്സാണ്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റിലും പിന്നെ റിസൾട്ട് കിട്ടിയതിന് ശേഷം വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഈ കവിള് കൂടാൻ വേണ്ടിയിട്ടുള്ള, അതുപോലെ കവിള് സ്ട്രെങ്തൻ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു 3 സ്റ്റെപ്സാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതൊരു മസിൽസിന് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മസിൽസിന് മാത്രമുള്ളതല്ല ചെയ്യേണ്ടത്. കാരണം ഒരു മസിൽസ് സ്ട്രെങ്തൻ ആവുക എന്ന് പറഞ്ഞാൽ അതിനോടനുബന്ധ മസിൽസ് കൂടി സ്ട്രെങ്തൻ ആവേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു ഉദാഹരണമായിട്ട് പറയാം, നിങ്ങൾ വയറ് കുറയാൻ വേണ്ടി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള ഭാഗത്തൊക്കെ സ്ട്രെങ്തനിങ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വയറിന് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെസ്റ്റിൻ്റെ ഭാഗം സ്ട്രെങ്തൻ ആവുന്നത്, അതുപോലെ നിങ്ങളുടെ ഹാൻഡ്, ഷോൾഡർ ഒക്കെ സ്ട്രെങ്തൻ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ ഭാഗത്തുള്ള മസിൽസും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേഷ്യൽ മസിൽസ് സ്ട്രെങ്തൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഏജ് ആകുമ്പോഴും നമുക്ക് ആ ഒരു അത്രത്തോളം ഏജ് തോന്നത്തില്ല. ഓക്കെ, അപ്പോൾ അതിൽ ചെയ്യേണ്ട ഒരു 3 സ്റ്റെപ്പിൽ, അപ്പോൾ ഇതിൽ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടവൽ എടുക്കുക, നല്ല കട്ടിയുള്ള ടവൽ എടുക്കുക, ഇതിങ്ങനെ കടിച്ചു കൊടുക്കുക. അത് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെയുള്ള മസിൽസും ഇവിടെയുള്ള മസിൽസൊക്കെ നല്ലങ്ങനെ ബൾജ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു 50 പ്രാവശ്യം ചെയ്യാം. 50 പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല പെയിൻ ആയിരിക്കും ഇവിടെ. അപ്പോൾ നമ്മൾ ഏതൊരു മസിൽസിനും നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുമ്പോഴും ആ ഒരു ഭാഗത്ത് നല്ല പെയിൻ വരുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. ജിമ്മിനൊക്കെ പോകുന്ന ആളുകൾക്ക് അറിയാം, ബൈസെപ്സിനൊക്കെ കളിക്കുന്ന സമയത്ത് ബൈസെപ്സൊക്കെ നല്ല പെയിൻ ആയിരിക്കും. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ തള്ളവിരൽ ഉപയോഗിക്കാം. തള്ളവിരൽ ഉപയോഗിച്ചിട്ട് ഈ ചുണ്ടിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് അവിടെ എൻ്റെ ഭാഗത്ത് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെയ്യേണ്ട രീതി ഞാൻ കാണിക്കാം. കഴിക്കാം, കൈകൾ കാണിക്കാം. 1 2 3 അങ്ങനെ ഒരു 50 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ചേഞ്ചസ് അനുഭവപ്പെടും. അതുപോലെ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഏതൊരു മസിൽസിന് ചെയ്യുമ്പോഴും നമ്മൾ അതിനോടനുബന്ധ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. അപ്പോഴേ നമുക്ക് ആ മസിൽസ് ഒരു സാഗിങ്ങും നല്ലൊരു ലൂസനിങ് ഒന്നും ഇല്ലാതെ സ്ട്രെങ്തൻ ആയിട്ട് നമുക്ക് ഒരുപാട് നാൾ നിലനിൽക്കുള്ളൂ. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു എക്സസൈസ് നമ്മുടെ നെക്ക് മസിൽസ് ആൻഡ് ഫേഷ്യൽ മസിൽസ് ഒരുമിച്ച് എൻഗേജ് ചെയ്യിക്കുന്ന ഒരു എക്സസൈസ്. അപ്പോൾ ഇത് ചെയ്യാൻ പാടില്ലാത്തവർ, സെർവിക്കൽ പെയിന്, ഡിസ്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ മാത്രം ചെയ്യാതിരിക്കുക, അവർ റെഡി ആയതിനു ശേഷം ചെയ്യാം. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു ബോട്ടിൽ എടുക്കുക. ആ ബോട്ടിലിൽ ഒരു 2 ലിറ്റർ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് വെള്ളം നിറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ പിടിക്കുക. ആ സമയത്ത് നമ്മൾ മാക്സിമം കഴുത്ത് സ്ട്രെച്ച് ചെയ്ത് സെക്കൻഡ് 2 1 2 1 2 ഇത് നിങ്ങൾ ഒരു 50 പ്രാവശ്യമാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഫ്രണ്ടിലോട്ട് ചെയ്യുന്ന സമയത്ത് കഴുത്ത് ഇങ്ങനെ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് പിടിക്കും. അപ്പോൾ തന്നെ നമുക്ക് ഈ മസിൽസ് വലിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ രണ്ടാമത്, നമ്മൾ കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഫേസ് ഇങ്ങനെ ഫ്രണ്ടിലോട്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെയുള്ള ബാക്ക് മസിൽസ്, സെർവിക്കലിൻ്റെ ഏരിയയിലുള്ള മസിൽസൊക്കെ നന്നായിട്ട് സ്ട്രെങ്തൻ ആവാനായിട്ട്. അപ്പോൾ ഇത് പെയിൻ ഉള്ളവർക്ക് നല്ലതാണ്. എപ്പോൾ അത് മാറിയതിന് ശേഷം അവരുടെ ഈ മസിൽസൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ആക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ചെയ്തു നോക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെയുള്ള മസിൽസ് ഒന്ന് സ്ട്രെങ്തൻ ആക്കുകയും ബൾജ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള എക്സസൈസാണ്. അതുപോലെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞത്
ഈ കീഴ്ചുണ്ട് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് ഇവിടെയുള്ള മസിൽസ് കുറച്ചൊന്ന് ബൾജ് ചെയ്യുന്ന രീതിയിലുള്ള, അത് നമ്മൾ പിന്നീട് കാണിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.